മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിൻ്റെ മന്ത്രിസഭാ വികസനം നാളെയാണ്. നാഗ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. അതൃപ്തരെ അനുനയിപ്പിക്കാൻ കൂറുമാറിയെത്തുന്നവർക്ക് കുറച്ച് മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കാനും ഫട്നാവിസ് എത്തിക്കും. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN 5-ാം തീയതിയാണ് മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും മഹാരാഷ്ട്രയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അവരുടെ വകുപ്പുകൾ ഏതെന്ന കാര്യം പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഏതായാലും മറ്റന്നാൾ തിങ്കളാഴ്ച ഇപ്പോൾ ഈ നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ശൈത്യകാല സമ്മേളനം നാഗ്പൂരിൽ വെച്ചാണ് നടക്കുന്നത്. നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. അതിനു മുന്നോടിയായി പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അറിയിപ്പ്. നാളെ ഇപ്പോൾ നാഗ്പൂരിലുള്ള രാജ്ഭവനിൽ വെച്ചാണ് ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 43 മന്ത്രിമാരെയാണ് ആകെ പറ്റുക. അതിൽ ഏതാണ്ട് 30 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നതാണ് അറിയുന്നത്. 3 പേർ നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു, മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും അടക്കം. അവരെ കൂടി മാറ്റി നിർത്തി ശേഷിക്കുന്ന സീറ്റുകൾ തൽക്കാലം ഒഴിച്ചിടാനാണ് ഇപ്പോൾ തീരുമാനം. കാരണം ഈ സഖ്യത്തിനുള്ളിലെ 3 പാർട്ടികളിലും മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ച് വലിയ തർക്കമൊക്കെ ഉന്നയിക്കുന്ന പലരുമുണ്ട്. അവരെയൊക്കെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ NCP ശരത് പവാർ വിഭാഗത്തിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ അടർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യവും ഈ സഖ്യം ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ 30 എന്ന സംഖ്യയിലേക്ക് തൽക്കാലം നിർത്താം എന്നുള്ള തീരുമാനം. പക്ഷേ അപ്പോൾ പോലും ഈ മന്ത്രിസഭയിലെ സംഖ്യയ്ക്ക് അപ്പുറത്തേക്ക് വകുപ്പുകൾ ഏതെന്നുള്ള കാര്യത്തിലാണ് യഥാർത്ഥ തർക്കം അവിടെ നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രി ഏതായാലും ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ അത് ലഭിക്കും. അങ്ങനെയെങ്കിൽ തനിക്ക് മറ്റ് ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം എന്നതാണ് ഷിൻഡെ ആവശ്യപ്പെടുന്നത്. റവന്യൂ വകുപ്പ്, അതോടൊപ്പം നഗരവികസന വകുപ്പ് എന്നിവ ലഭിക്കണം എന്നതാണ്. റവന്യൂ വകുപ്പിൻ്റെ കാര്യത്തിൽ BJP ഇപ്പോഴും ഒരു കടുംപിടുത്തം തുടരുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ചകൾ പ്രധാനമായും നിൽക്കുന്നത് ഈ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിലാണ്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സജു ഡാനിയൽ പറയുന്നു, കമൻറ്റ് ബോക്സിൽ ഗൗരവമില്ലാതാക്കാൻ പാട്ടുപാടലും ഒലിപ്പീരും ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അത്തരക്കാരെ 24 ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇടപെടണം എന്ന രീതിയിലാണ് സജു പറയുന്നത്. സജു, ഈ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം.